പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബോഗൺവില്ല ചെടികൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അത് നടുന്നതും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇനിയിപ്പോൾ ബോഗൺവില്ലയിലൊക്കെ നിറയെ പൂക്കളുണ്ടായി അതിൻ്റെ ഒരു സമയമാണല്ലോ. ചെടികൾ ഇഷ്ടമുള്ള എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കാണുക. ഈ ഒരു സമയത്ത് ബോഗൺവില്ല പ്ലാന്റുകളൊക്കെ വാങ്ങുമ്പോൾ അതിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് വെറൈറ്റി ഹൈബ്രിഡ് ബോഗൺവില്ലകൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിലുള്ള ഈ പൂക്കളൊക്കെ എന്ത് ഭംഗി, എന്തൊരു കളറാണ്. അത് വീഡിയോയിൽ കാണുമ്പോൾ അത്ര അതിൻ്റെ കറക്റ്റ് കളർ കാണുന്നില്ല. അപ്പോൾ ഈ ചെടികളെയൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പിന്നെ വീട്ടിൽ നട്ടു വളർത്തുന്ന ഒരു ഹോം ഗാർഡനിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവർ ഓൺലൈനായിട്ട് സെയിലൊന്നും ചെയ്യുന്നില്ല, നേരിട്ട് ചെന്ന് എടുക്കാവുന്നവർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഓൺലൈനിലായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ അതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ തന്നേനെ. ഇനി അഥവാ പ്ലാന്റ് എവിടെ നിന്നാണ് വാങ്ങിയത്, കറക്റ്റ് സ്ഥലമൊക്കെ അറിയണം എന്നുള്ളവർ കമൻറ്റിൽ ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള കവറിൽ വരുന്ന ഈ ഒരു സൈസ് പ്ലാന്റുകളൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനതിൽ നിന്ന് ഇതുപോലെയാണ് കവർ നീക്കം ചെയ്യുന്നത്. അതായത് ബ്ലേഡ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് കവർ നീക്കം ചെയ്തിട്ടുള്ളത്. മണ്ണൊന്ന് ചെറുങ്ങനെ നനച്ചിരുന്നെങ്കിൽ ഇതിങ്ങനെ പൊടിഞ്ഞു പോകത്തില്ലായിരുന്നു. നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ടാണ് ഇതുപോലെ പൊടിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ണൊന്ന് റിമൂവ് ചെയ്യാണ്ട് ഇതേപോലെ പോട്ടിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ മണൽ കൂടിയ മണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെടികളൊക്കെ നടാനായിട്ട് മണൽ കൂടിയ മണ്ണാണ് എടുക്കാറുള്ളത്. അതുപോലെ കുറച്ച് സാഫൊന്ന് വിതറിയിട്ടുണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച് സാഫ് മാത്രമാണ് ഇതിൽ മണ്ണിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോട്ടി മിശ്രിതമായിട്ട് നമ്മൾ ഇതുപോലുള്ള മണ്ണെടുത്തിട്ടില്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നാൽ ഹൈബ്രിഡ് ബോഗൺവില്ലയാണ് വേഗം തന്നെ കേടുണ്ടായി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 8 ഇഞ്ച് പോട്ടിൽ ഹോട്ട്സൊക്കെ ഇട്ട് അതുപോലെ പോട്ടിൻ്റെ അടിഭാഗത്ത് മണ്ണ് കയറി അടഞ്ഞ് ഹോൾസ് അടഞ്ഞു പോകാതിരിക്കാനായിട്ട് കല്ലുകളോ അല്ലെങ്കിൽ ഓടും കഷ്ണമോ ഇട്ടതിന് ശേഷം ഈ പോട്ടി മിശ്രിതം ഒരു 1/4 ഭാഗം നിറച്ചു. അതിനുശേഷം ഈ ചെടി ഇതുപോലെ കവറ് റിമൂവ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തത്. നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്, മണ്ണിലാണ് ഈ പ്ലാന്റുകൾ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ണ് ഒട്ടും തന്നെ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് എല്ലുപൊടി ഇങ്ങനെ ചുറ്റിനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മണ്ണ് ഇങ്ങനെ ഇടുന്നു. എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് വട്ടത്തിൽ, അതായത് അത്ര അകലത്തിലാണല്ലോ പ്ലാന്റിന് ചുറ്റിനുമുള്ള ആ ഒരു ഭാഗത്ത് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശേഷം മണ്ണിടുകയാണ് ചെയ്തത്. അല്ലാതെ മണ്ണിനകത്തേക്ക് മൊത്തം മിക്സ് ചെയ്ത് എല്ലുപൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് പോട്ടിനകത്ത് വന്ന ചെറിയ പ്ലാന്റ് സക്കുറ ബെലാക്ക് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് ഇതുപോലെ തന്നെ വേറെ കളർ പോട്ടിലാണെന്നേ ഉള്ളൂ. നല്ല ബുഷായിട്ട് വളർന്നു വരുന്ന പ്ലാന്റാണ്. അപ്പോൾ അതും ഇതുപോലെ പോട്ടൊന്നും ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് മേലെ തട്ടി കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ്. അങ്ങനെ ഇതൊന്നും നട്ടു വെച്ചിട്ടുണ്ട്. ഇത് ഹവായി വൈറ്റാണ്. കുറച്ചൊന്ന് മണ്ണ് പൊടിഞ്ഞു പോയി, കാരണം കുറച്ചൊന്ന് നനച്ചിട്ടായിരുന്നെങ്കിൽ മണ്ണങ്ങനെ പോകത്തില്ലായിരുന്നു. എന്നാലും വേരൊന്നും അങ്ങനെ ഡാമേജ് പുറത്തേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല വെയിൽ കിട്ടുന്നിടത്ത് തന്നെയാണ് നമ്മൾ ഈ ബോഗൺവില്ല ചെടികളൊക്കെ വെക്കേണ്ടത്. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ മതി. ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രമേ കൊടുക്കാവുള്ളൂ. ഇപ്പോൾ മണ്ണെടുത്ത് ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നല്ല വെയിലാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ചെയ്യാനായിട്ട് നമ്മൾ മണ്ണ് നിറച്ച് പോട്ടിലേക്ക് മാറ്റാനൊക്കെ നല്ല പാടായിരുന്നു.
ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ നമ്മൾ വീട്ടിലെ പണികളെല്ലാം തീർത്തതിന് ശേഷം രാവിലെ മുതൽ പണികൾ തുടങ്ങിയാലാണ് ഇത്രയധികം ചെടികളുണ്ടായിരുന്നു. ഒരുപാട് ഒരു 10-20ഓളം ചെടികൾ ഉണ്ട്. അതിനെല്ലാം മാറ്റി നട്ടു. അതിനുശേഷം കുറച്ച് അടിയനത്തിൻ്റെ തൈകളുണ്ടായിരുന്നു, വിത്ത് മുളച്ച് ഉണ്ടായിട്ടുള്ളതാണ്. അതിനെല്ലാം വേറെ അല്പം കൂടി വലിയ പോട്ടിലേക്ക് മാറ്റി നട്ടു. പോട്ടിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് വെള്ളം വാർന്നു പോകാനായിട്ട് നല്ല ഉണങ്ങിയ കരിയിലയോ ഉണങ്ങിയ ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ബോഗൻവില്ല പ്ലാന്റുകളെല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റുകൾ. മിക്കതിലും തന്നെ ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട്. മൊണാലിസ ആണ്. എല്ലാം അത്യാവശ്യം ഹൈബ്രിഡ് വെറൈറ്റികൾ തന്നെയാണ്, തൈകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് ഇവിടെ വന്നെടുക്കുന്നവർക്ക് അവരുടെ വീട്ടിൽ ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലുള്ളവർക്കാണെങ്കിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞു തരും എവിടെയാണെന്ന്. അപ്പോൾ കമൻറ്റിൽ ഒന്ന് ചോദിച്ചാൽ മതി എവിടെയാണ് സ്ഥലമെന്ന്. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ടുള്ള ബോഗൻവില്ലകൾ. അപ്പോൾ വളരെയധികം സന്തോഷമാണ് നമുക്ക്. നമ്മൾ അത്യാവശ്യം വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു പ്ലാന്റിന് അഡീഷനായി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വെറൈറ്റികൾ കണ്ടാലും നമ്മൾ ഒരെണ്ണമെങ്കിലും വാങ്ങിച്ച് വയ്ക്കണം എന്നുള്ള തോന്നലായിരിക്കും. അപ്പോൾ ഇതൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ലീഫൊക്കെ മറ്റു ബോഗൻവില്ലകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നല്ല ബുഷായിട്ട് ഈ പ്ലാന്റുകൾ നമുക്ക് വീണ്ടും പുതിയ പുതിയ തളിരുകൾ വന്ന് ബുഷായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കൂമ്പ് ഭാഗം നമ്മളിങ്ങനെ നഖം വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം വളർന്നു വരുന്ന പ്ലാന്റുകൾ എപ്പോഴും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പുതിയ മുളകളൊക്കെ വന്ന് വീണ്ടും ബുഷായിട്ട് വളർന്നു വരുന്നതാണ്. ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റിയൊരു തരം ബോഗൻവില്ലയാണ്. ഇതിൻ്റെ പേരെന്താ, ബിഗോജസ് അങ്ങനെയാണ് ഇതിൻ്റെ പേര് വരുന്നത്. നല്ല ഭംഗിയാണ്. ലീഫൊക്കെ മറ്റ് ചെടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഫ്ലവറും നല്ല തിക്കായിട്ട് ഒരുപാട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് മോണോലിസയാണ്. ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ ആ ഒരു വെറൈറ്റി നമുക്ക് മനസ്സിലാകുന്നതാണ്. പിന്നെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ ഇതുപോലെ കൂമ്പ് ഭാഗം ഒന്നുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചെറിയ പ്ലാന്റുകളൊക്കെ വളർന്നു വരുമ്പോൾ വീണ്ടും ഒരുപാട് ബുഷായിട്ട് വളർന്നു വരാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റും നല്ലൊരു വെറൈറ്റിയാണ്. കുഞ്ഞു ചെടിയാണ്. ഇതിൽ തന്നെ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ ചെടികളും നട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. കുറേ കഴിയുമ്പോൾ നല്ല ബുഷായിട്ട് ഒരുപാട് പൂക്കളാകുമ്പോൾ വീഡിയോ വീണ്ടും ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ട് ചെടികളെയും പൂക്കളെയും ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും, കാണുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത് ബ്രിസ റെഡാണ്. ഇവിടെയുണ്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. നല്ല ലീഫ്, നല്ല വെരിഗേഷനോട് കൂടിയുള്ള ലീഫ്. ഇതിലാണ് പൂക്കൾ വന്നു തുടങ്ങി. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ.